യൂറോപ്പിലോട്ട് അൺസ്കിൽഡ് ജോലികൾ അവൈലബിൾ ആണ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ ലോവിനൽ അണ്ടർ പ്രോസസ്സിങ്ങിലാണെന്ന് പറഞ്ഞ് ഞങ്ങളിപ്പോൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ദയവായിട്ടൊരു കാര്യം മനസ്സിലാക്കുക. നമ്മൾ ലോവിനോ ഇൻ്റർനാഷണലിലെ നിങ്ങൾ സക്സസ് സ്റ്റോറിയോ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലുമൊക്കെ റെഫറൻസിലൊക്കെ വന്നിട്ട് നമ്മൾ ലോവിനോ ഇൻ്റർനാഷണൽ വഴി നിങ്ങൾ യൂറോപ്പിലോട്ട് ജോബോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് വിസിറ്റ് വിസയോ കാര്യങ്ങളൊക്കെ പ്രോസസ്സ് ചെയ്യാൻ വരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ ഞങ്ങളുടെ കമ്പനിക്ക് തന്നെയാണ് പണം കൊടുക്കുന്നതെന്ന് ഫസ്റ്റ് ഉറപ്പ് വരുത്തുക. നമുക്ക് ലോവിനോ ഇൻ്റർനാഷണലിന് നാട്ടിൽ 2 ബാങ്ക് അക്കൗണ്ടുകളാണുള്ളത്. ലോവിനോ ഇൻ്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിലുള്ള 2 അക്കൗണ്ടുകളിലേക്ക് പണം ഇടപാടുകൾ നടത്താൻ നോക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഖത്തറിലുള്ള ലോവിനോ മിഡിൽ ഈസ്റ്റ് ദോഹ ഖത്തർ എന്ന ബാങ്കിലേക്ക് അക്കൗണ്ടിലേക്ക് പണം ഇടപാടുകൾ മാക്സിമം നടത്താൻ നോക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ മാക്സിമം എൻ്റെ പേര് അലിഫ് എന്നാണ്. ഞാനാണ് ലോവിനോ ഇൻ്റർനാഷണലിൻ്റെ MD. എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് പണം ഇടപാടുകൾ നടത്തുന്ന ആളുകളുമുണ്ട്. ഈ അക്കൗണ്ടുകളല്ലാതെ മറ്റ് അക്കൗണ്ടുകളിലേക്ക് ആര് പണം വാങ്ങിയാലും അത് ലോവിനോ ഇൻ്റർനാഷണലിൻ്റെ പേരിലോ അല്ലെങ്കിൽ ലോവിനോ ഇൻ്റർനാഷണലിലേക്കോ അല്ല എന്ന് നിങ്ങൾ ദയവായി ആ സത്യം മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ നമ്മുടെ കമ്പനിക്ക് പണം അടച്ചു കഴിഞ്ഞാൽ ലോവിനോ ഇൻ്റർനാഷണലിൻ്റെ അല്ലെങ്കിൽ ലോവിനോ മിഡിൽ ഈസ്റ്റിൻ്റെ ബാഡ്ജുള്ള ഇത്തരത്തിലുള്ള ക്യാഷ് റെസിപ്റ്റ് ദയവായി ചോദിച്ച് വാങ്ങിക്കുക. ഇതിപ്പോൾ എനിക്ക് ആദ്യത്തെ സംഭവമല്ല, എനിക്ക് ഇന്നും കൂടെ കൂട്ടി ഇപ്പോൾ ഏകദേശം 60ാമത്തെ കോളാണ് ഇപ്പോൾ വരുന്നത്. ഞങ്ങൾ ലോവിനോയിൽ പ്രോസസ്സിങ്ങിലാണ്, ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇന്നയാൾ പണം വാങ്ങി, ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇന്നയാൾ പണം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ദയവായി മനസ്സിലാക്കുക, ലോവിനോ എന്ന് മാത്രമല്ല, നിങ്ങളൊരു ഏതൊരു ഏജൻസിക്കോ അല്ലെങ്കിൽ ഏതൊരു സ്ഥാപനത്തിനോ പണം കൊടുക്കാനാണെങ്കിൽ നിങ്ങൾ ആ സ്ഥാപനത്തിന് തന്നെയാണ് പണം കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഉള്ള ഒരു മിനിമം ഒരു നോളജ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒരുപാടുണ്ടാവും. പിന്നെ ഞങ്ങളുടെ ഏജൻസിയിൽ പണം അടച്ച ആളുകളാണെന്നുണ്ടെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റി 100% ഞങ്ങൾ മാനേജ് ചെയ്യുന്നതായിരിക്കും. അതിന് യാതൊരുവിധ സംശയമില്ല. പക്ഷേ ഞങ്ങളുടെ പേരും പറഞ്ഞുകൊണ്ട് പല ആളുകൾ പണം വാങ്ങുന്നുണ്ട്. നമ്മുടെ സക്സസ് സ്റ്റോറി കാണിച്ചുകൊണ്ട് ലോവിനോട് ആളാണെന്നും പറഞ്ഞ് പണം വാങ്ങുന്നുണ്ട്. നിങ്ങൾ ആരുടെയും പേഴ്സണൽ അക്കൗണ്ടുകളിലേക്ക് ദയവായി പണം അടയ്ക്കാതിരിക്കുക. അതിന് ഒരു റെസ്പോൺസിബിലിറ്റിയും എടുക്കാൻ എനിക്ക് സാധിക്കുന്നതല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇപ്പോൾ ഒരുപാടാകുന്നത് കൊണ്ട് തന്നെ ഞാനും നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ ലോവിനോ ഇൻ്റർനാഷണലിലെ ലോവിനോ മിഡിൽ ഈസ്റ്റിൻ്റെ സർവീസ് എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസിൽ വന്ന് വിസിറ്റ് ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനി അക്കൗണ്ടിലേക്ക് മാത്രം പണം അടയ്ക്കുക. അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് പണം അടയ്ക്കാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം ഈ റെസിപ്റ്റ് വാങ്ങുക. ഇനി പേയ്മെൻറ്റ് ആഫ്റ്റർ വിസയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാകും ലെറ്റർ ഹെഡിൽ, അത് തീർച്ചയായിട്ടും നിങ്ങൾ വാങ്ങിയിരിക്കുക. ഇല്ലാത്ത പക്ഷം നിങ്ങൾ കബളിക്കപ്പെടുകയാണ്. നിങ്ങൾ ലോവിനോ എന്ന് മാത്രമല്ല, എൻ്റെ 2-3 ഏജൻസി നടത്തുന്ന സുഹൃത്തുക്കൾ ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ദയവായി ഇത്തരത്തിലുള്ള ചതികളിൽ വീഴാതിരിക്കുക. അപ്പോൾ ഇനി ഇത്തരക്കാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പല ഏജൻറ്റുമാരും നമ്മുടെ പേര് പറഞ്ഞ് പണം വാങ്ങുന്നുണ്ട്. ആ ഫയലുകളൊന്നും ഇവിടെ വരുന്നില്ല, ആരാന്ന് പോലും അറിയാത്ത പല ഏജൻറ്റുകൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരെ. അപ്പോൾ ദയവായി നിങ്ങൾ ഇത്തരത്തിലുള്ള ചതിക്കുഴി പെടാതിരിക്കുക. നിങ്ങൾ ലോവിനോ ഇൻ്റർനാഷണൽ എന്ത് സർവീസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ അക്കൗണ്ടാണ്, ഞങ്ങളുടെ ഏജൻസിയാണ് പണം വാങ്ങുന്നത് എന്ന് മാത്രം വ്യക്തമാക്കുക. പിന്നെ മാത്രമല്ല, നമ്മുടെ ജോബ് വേക്കൻസികളെല്ലാം നമുക്ക് പേയ്മെൻറ്റ് ആഫ്റ്റർ വിസ ഓപ്ഷനും അവൈലബിൾ ആണ്. നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ജോബിന് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോറിയിൽ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ ബയോയിൽ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് തരിക. ഞങ്ങൾ അങ്ങോട്ട് നിങ്ങളെ തിരിച്ച് വിളിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് ഒന്ന് അറിയിക്കാനായിട്ടാണ്. അപ്പോൾ എനിക്ക് നിവർത്തികേട് കൊണ്ടാണ് ഞാനും ഇപ്പം നിയമപരമായിട്ട് തന്നെ ഈ ഒരു കാര്യം മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിത് അറിഞ്ഞിരിക്കുക. നന്ദി.